നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ രംഗത്ത് നിർണായകമായ പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും 500 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഐക്കായി മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനവുമുണ്ട്. മേഖലയിൽ ആഗോള പങ്കാളിത്തം ഉറപ്പാക്കാനാണ് തീരുമാനം. ഇന്ത്യൻ മിഷന്റെ ഭാഗമായി LLM ലാർജ് ലാംഗ്വേജ് മോഡൽ വികസിപ്പിക്കാനുള്ള ദൗത്യത്തിന് ബജറ്റ് പ്രഖ്യാപനം ഊർജം പകരുമെന്നുറപ്പ്. ChatGPTക്കും DeepSeekനും ബദലായാണ് ഇന്ത്യ ഈ മോഡൽ വികസിപ്പിക്കുന്നത്. ഐക്ക് വരാനിരിക്കുന്ന പ്രാധാന്യം കണക്കിലെടുത്താണിത്. IT രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഏറെ മുന്നിലുള്ള കേരളത്തിന് മുന്നിൽ സാധ്യതകൾ തുറന്നിടുന്നതാണ് ഐക്കും ടെക്നോളജിക്കുമൊക്കെ ബജറ്റിൽ നൽകിയിരിക്കുന്ന ഊന്നലെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധർ വിലയിരുത്തുന്നു. 2025-26 കേന്ദ്ര ബഡ്ജറ്റിൽ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ IT ടെക് സെക്ടർ നോക്കുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് AI ഡീപ് ടെക്കിലുള്ളൊരു ഫോക്കസ്. ഈ 10,000 കോടി രൂപയുടെ ഫണ്ട് ഓഫ് ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, 10,000 കോടി രൂപ ഫണ്ട് ഓഫ് ഫണ്ട്സിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ശരിക്കും അതിൻ്റെ എത്രയോ മടങ്ങാണ് ആ സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ അത് ഡെഫിനറ്റായിട്ട് ഒരു വലിയൊരു കാര്യമായിട്ട് കാണുന്നു. മറ്റൊരു കാര്യം, മറ്റൊരു 10,000 റിസർച്ച് ഫെലോഷിപ്സ് IITസിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും കൊടുക്കുമ്പോൾ അത്രയും ആൾക്കാർ ഈ ഫീൽഡിലേക്ക് മുന്നോട്ട് വരിക എന്നുള്ളൊരു വലിയൊരു, അപ്പോൾ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഫോക്കസ് ഓൺ AI ആൻഡ് ടെക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇലക്ട്രോണിക് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഫോക്കസ്. അതിൽ നാഷണൽ മാനുഫാക്ചറിങ് മിഷൻ്റെ കാര്യം പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ മേക്ക് ഇൻ ഇന്ത്യക്ക് ഒരു പുഷ് കൊടുക്കാൻ വേണ്ടി IT മാനുഫാക്ചറിങ്, അതിൻ്റെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഈ കസ്റ്റംസ് ഡ്യൂട്ടി റിഡക്ഷനിലും മറ്റും കാണുമ്പോൾ ഡെഫിനറ്റ്ലായിട്ട് മാനുഫാക്ചറിങ് ബേസിലേക്ക് ഉള്ളൊരു ഫോക്കസ് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറേ ബഡ്ജറ്റുകളായിട്ട് ആ ഒരു ഫോക്കസ് ഉണ്ടെങ്കിലും ഇന്നത്തെ ചൈനീസ് സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇന്ത്യ ഒരു ഓൾട്ടർനേറ്റ് മാനുഫാക്ചറിങ് ഡെസ്റ്റിനേഷൻ ആകാൻ വേണ്ടിയിട്ട് ഈ പോളിസീസ് ഡെഫിനറ്റ്ലി സഹായിക്കും. വിദ്യാഭ്യാസ മേഖലയ്ക്കും നിർണായക പ്രഖ്യാപനങ്ങളുണ്ട്. കുട്ടികളിൽ ജിജ്ഞാസയും ശാസ്ത്രബോധവും വളർത്തുന്നതിനായി സ്കൂളുകളിൽ 50,000 അഡൽ തിങ്കിംഗ് ലാബുകൾ അഥവാ ATL സ്ഥാപിക്കും. സർക്കാർ സ്കൂളുകളിലേക്ക് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി വിപുലീകരിക്കും. അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസ വായ്പ എടുത്ത് വിദേശത്തേക്ക് അയക്കുന്ന തുകയ്ക്ക് ഇനി മുതൽ നികുതി പിടിക്കില്ല. 50 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫണ്ടിങ്ങും ആ ഡെസ്റ്റിനേഷൻ അപ്ലിഫ്റ്റ്മെൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു 3-4 തിരുവനന്തപുരത്ത് കേരളത്തിലെ തിരുവനന്തപുരത്ത് കോവളമായിരുന്നാലോ കണ്ണൂരായിരുന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പിരിച്വൽ ഡെസ്റ്റിനേഷൻസ് ആവുമോ കുമരകം, അങ്ങനത്തെ സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ഒരു ചലഞ്ചിൽ കൂടെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നത്. കേന്ദ്രത്തിലൊരു ടൂറിസം മന്ത്രി കേരളത്തിലുള്ള ഒരാളായതുകൊണ്ട് അതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ നല്ല പ്രൊപ്പോസൽസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. രാജ്യത്തെ IITകളിൽ അടിസ്ഥാന സൗകര്യ വികസനം മെച്ചപ്പെടുത്തുകയും കൂടുതൽ സീറ്റുകൾ അനുവദിക്കുകയും ചെയ്യും. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അടുത്ത വർഷം 10,000 സീറ്റ് കൂട്ടും. 5 വർഷം കൊണ്ട് 75,000 സീറ്റുകൾ കൂട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിനായി 1.28 ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ 6.65% കൂടുതലാണിത്.